നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, പറഞ്ഞു കഴിഞ്ഞതാണ് എല്ലാം. എന്നാലും ഇന്നലെ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സൂര്യവംശി കളിച്ച ആ ഇന്നിങ്സ് ഉണ്ടല്ലോ, 93 റണ്ണാണ് അടിച്ചത്. 38 പന്തിൽ നിന്നാണ് 93 റൺ അടിച്ചത്. അതിൽ 10 സിക്സറും 7 ഫോറും. അപ്പോൾ എത്രയായി? 88 റൺ. അതായത് 93-ൽ 88 ബൗണ്ടറികൾ വഴിയാണ് സൂര്യവംശി സമാഹരിച്ചത്. പിന്നെ 5 റണ്ണാണ് ഓടിയെടുത്തത്. എന്ത് പറയാനാണല്ലേ. ഒരു 15 വയസ്സുകാരൻ്റെ എല്ലാ ആവേശവും ആ ഇന്നിങ്സിലുണ്ട്. എല്ലാ ഇന്നിങ്സുകളിലും ആ ആവേശമുണ്ട്. എന്തായാലും വെറും 5 റണ്ണ് മാത്രമാണ് ഓടിയെടുത്തത് എന്ന് പറയുമ്പോൾ തന്നെ ഈ 15-ാമത്തെ വയസ്സിലും അയാൾ 6 4 അടിക്കുന്നതിലാണ് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഇത് പറയുമ്പോൾ ക്രിസ് ഗെയിലിനെയാണ് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ വീരേന്ദർ സെവാഗിനെയാണ് ഓർമ്മ വരുന്നത്. ഇവരൊക്കെ അടിവീരന്മാരായിരുന്നില്ല, അവർക്കൊന്നും റൺ ഓടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് സൂര്യവംശിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഇന്നലത്തെ ഇന്നിങ്സിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ജയ്സ്വാൾ ആദ്യം 75 റണ്ണ് വരെ ഇരുവരും കൂടി ഓപ്പണിംഗ് ഗംഭീരമായി കളിച്ചു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 75 റൺ അടിച്ചു. ജയ്സ്വാൾ ഔട്ടായി 43 റണ്ണിന്. തുടർന്ന് കളി ലീഡ് ചെയ്തത് സൂര്യവംശിയായിരുന്നു. 15 വയസ്സുകാരനായ സൂര്യവംശിയാണ് ടീമിനെ ശരിക്കും പാകതയോടെ നയിച്ച്, എന്നാൽ അടിക്കേണ്ട കളിയായിരുന്നു. 220 റണ്ണ് എതിരാളികൾ ലക്നൗ സൂപ്പർ ജയൻസ് അടിച്ചിരുന്നു. 221 ജയിക്കാൻ വേണ്ടിയിരുന്നത്. അതിലേക്ക് എത്താൻ വലിയ പാകത ആവശ്യമാണ്. ആ പാകത സൂര്യവംശി കാണിച്ച ഒരു ദിവസം കൂടിയാണ് ഇന്നലെ. ധ്രുവ് ജുറേൽ ഒപ്പം നിന്നു, 53 റണ്ണെടുത്ത് ഒപ്പം നിന്ന് കളിച്ചു. സൂര്യവംശിക്ക് വലിയ പിന്തുണ നൽകി. എന്തായാലും സൂര്യവംശിയുടെ 10 സിക്സറുകളും 7 ഫോറുകളുമാണ് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ.